ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുണീക്ക് ഡൈൻ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജാക്ക് ഫ്രൂട്ട് സീഡ് പുഡിംഗ് വിത്ത് പ്രലൈൻ ടോപ്പിംഗ് ആണ്. അതായത് നമ്മളുടെ ചക്കക്കുരു കൊണ്ട് പുഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിന് പ്രലൈൻ കൊണ്ട് ടോപ്പിംഗ് കൊടുക്കുന്നതാണ്. അപ്പം കേൾക്കാൻ ഇച്ചിരി ഗുമ്മില്ലെങ്കിലും സൂപ്പറായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 15 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ക്ലീൻ ആക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതേപോലെ ഒന്ന് അതിൻ്റെ പുറന്തോട് മാത്രം ഒന്ന് കളഞ്ഞിട്ട് എടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് മാറ്റി അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 വിസിൽ, അതിൽ കൂടുതലൊന്നും വേണ്ട, അപ്പോഴത്തേക്കും വെന്തോളും. ഇനി ഇവിടെ ഞാൻ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഒരു 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തത്. അപ്പം അതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുതിരട്ടെ. നമ്മളുടെ ചക്കക്കുരു നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4 വിസിലാണ് എടുത്തത്. 4 വിസിൽ ആകുമ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒരു 1/4 കപ്പോളം പാലൊഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ ഓൾമോസ്റ്റ് 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു 1/4 കപ്പ് പാലെടുത്താൽ മതി. ഇനി ബാക്കി വരുന്ന പാൽ, അതായത് 1/4 കപ്പ് കഴിച്ചിട്ട് 1/4 കപ്പോളൊന്നും എടുത്തിട്ടില്ല, അതിലും കുറവായിരുന്നു. അപ്പം ആ പാലൊഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ പാലിലാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി തണുത്ത പാലായിരുന്നു, അതുകൊണ്ട് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ആവുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് ശേഷമാണ് ഫ്ലെയിം ഒന്ന് കുറച്ചത്. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് അടിയിൽ കരിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതാണ് 1/2 കപ്പ് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും നന്നായി ഇളക്കി നന്നായി അലിയിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ കുതിർത്ത് വെച്ച് ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കുതിർത്ത വെള്ളം തന്നെ അത് വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി ഉരുക്കിയെടുക്കുക. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഉരുകി കിട്ടിക്കോളും. അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ പാല് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ പാല് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കുറച്ചാണല്ലോ ചേർത്ത്, 1/2 കപ്പ് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. ഒരു ലിറ്റർ പാലിലേക്കാണ് 1/2 കപ്പ് പഞ്ചസാര ചേർത്തത്. അപ്പം കണ്ടൻസ് മിൽക്ക് കുറച്ചധികം തന്നെ ഉണ്ടായിക്കോട്ടെ. കാരണം നമ്മളുടെ ചക്കക്കുരുവിന് ഒരു മധുരമൊന്നും ഇല്ലാത്തതാണല്ലോ, നോർമൽ ഫ്രൂട്ട് പോലെ അല്ലല്ലോ. അപ്പം പഞ്ചസാര കുറഞ്ഞു പോയാൽ തീരെ കുറഞ്ഞു പോകും. നമ്മളുടെ ചക്കക്കുരു ഇതേവിടെ ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഈസി ആയിട്ട് മിക്സ് ആവണമെങ്കിൽ നിങ്ങൾ ഈ ചക്കക്കുരുവിൻ്റെ മിക്സിലേക്ക് കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി ഒരു ലിക്വിഡ് ഫോമിലാക്കിയിട്ട് ഇളക്കിയെടുത്താൽ പെട്ടെന്നത് മിക്സ് ആവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് പാട് വിട്ടു, എന്നാലും നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തെങ്കിലും നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലിക്വിഡ് ഫോമിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അപ്പോൾ നമ്മളുടെ ചൈന ഗ്രാസ് ഇതേ ഇവിടെ ഒരു കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളുടെ പാലിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. നമ്മളുടെ ചക്കക്കുരു എന്ന് പറയുന്നത് കുറച്ചൊരു ഒരു ക്രീമി ടെക്സ്ചറാണല്ലോ, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും അതുപോലെ തന്നെ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾ. അപ്പോൾ ചൈന ഗ്രാസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ടൈമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിർത്താതെ കൈവെക്കാതെ ഇളക്കിയിട്ട് ഒന്ന് കുറുക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറുമ്പോൾ തന്നെ ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പം അതുവരെ നമ്മൾ കൈവെക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ചക്കക്കുരു ആവുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് അടിയിലിങ്ങനെ അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഏത് പ്ലേറ്റിലേക്കാണ്, ഏത് ഡിഷിലേക്കാണോ നമ്മളുടെ പുഡിങ് സെർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലോട്ട് നമുക്കിത് മാറ്റാം. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മളുടെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇതുപോലുള്ളൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റുക അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോളിലേക്ക് മാറ്റുന്നതും നമ്മൾ സെർവ് ചെയ്യുമ്പോഴൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പ്രലൈൻ ടോപ്പിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് നട്ട്സ് ഒന്ന് വറുത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാണ്. ഇതിപ്പോൾ ഞാൻ കാഷ്യൂ നട്ട്സും ബദാമുമാണ് എടുത്തത്. ഇത് രണ്ടും കൂടിയിട്ടേ ഒരു അരക്കപ്പേ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതലൊന്നും എടുത്തിട്ടില്ല. ഇതിൻ്റെ കൂടെ പിസ്തയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് വാൾനട്ട്സൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട, അത്രയും പൗഡറാക്കുകയൊന്നും വേണ്ട. ഇതേപോലുള്ളൊരു കല്ലിൽ ഇങ്ങനെ കുത്തിയെടുത്താൽ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത പോലെ ചില കഷ്ണങ്ങൾ വലുതായിട്ടുണ്ടാവും, കുറച്ച് പൗഡറായിട്ടുണ്ടാവും. ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഇതേപോലെ ഒന്ന് കുത്തിയെടുത്താൽ മാത്രം മതി. ഡ്രൈ റോസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതിനാവശ്യമുള്ള ക്യാരമൽ തയ്യാറാക്കാം. ഇതിന് ഞാൻ അരക്കപ്പ് പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 1 കപ്പ് പഞ്ചസാര ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളൂ. പഞ്ചസാര ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി വരും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാരയും ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഇച്ചിരി ക്ഷമ വേണ്ട സംഭവം തന്നെയാണ്. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ, കൂടുതൽ ടൈമൊന്നും എടുക്കില്ല. എന്നാലും ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളുടെ പഞ്ചസാര ക്യാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരമലും ബട്ടറൊക്കെ കൂടുമ്പോൾ ആ ഒരു സ്മെല്ല് അറിയാമല്ലോ, നമ്മൾ പണ്ടത്തെ എക്ലേഴ്സിൻ്റെ ആ ഒരു സ്മെല്ലാണ് വരിക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം. ആ ഒരു ടൈം ആകുമ്പോഴാണ് നമ്മൾ പിന്നെ നമ്മളുടെ നേരത്തെ പൊടിച്ച് വെച്ചില്ല, ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് ചേർക്കാൻ പോകുന്നത്. അപ്പം നട്ട്സ് കൂടി ചേർത്ത് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിനി ഇങ്ങനെ ഇതായിക്കൊണ്ട് വരും, കട്ടിയായിക്കൊണ്ട് വരും. നമ്മൾ ബട്ടറും നട്ട്സൊക്കെ ചേർത്തല്ലോ, അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കട്ടിയായിക്കൊണ്ട് വരും. അതിന് മുമ്പ് തന്നെ ഒന്ന് ഇത് മിക്സായി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് അപ്പം തന്നെ നമ്മൾ പെട്ടെന്ന് ഇതൊന്ന് നിരത്തണം. ഇതിപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലാണ് നിരത്താൻ പോകുന്നത്. അപ്പം ഇതൊന്ന് ഫസ്റ്റ് ആദ്യം ഒന്ന് ഓയിൽ റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിരുന്നു, എനിക്ക് മറന്നുപോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഓയിൽ റബ്ബ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി, ഞാൻ ഓർമ്മയില്ലാണ്ട് ആ ഒരു വെപ്രാളത്തിൽ അതേപോലെ അങ്ങ് നിരത്തി. എന്നാലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ചില ആൾക്കാർ ഇങ്ങനെ നിരത്തുന്നതിന് പകരം നമ്മളുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പിന്നെ നന്നായി അതിന് കുറച്ച് ഓയിൽ തേച്ചിട്ട് നന്നായി പരത്തിയെടുക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ഇത്ര കുറച്ച് കട്ടിയൊന്നും ആയാലും പ്രശ്നമൊന്നുമില്ല. അതെന്തായാലും കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പൊടിക്കുന്നത് മിക്സിയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ പ്രോബ്ലം ആയിട്ടൊന്നും തോന്നിയിട്ടില്ല എനിക്ക്. അപ്പോൾ ഇതേപോലെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഓയിൽ തേച്ചില്ലെങ്കിലും. ഇതേപോലെ ഇത് ഇങ്ങനെ നന്നായി ഡ്രൈ ആയി വരുമ്പം ഇതേപോലെ ഇങ്ങനെ പൊട്ടി വരും. നമ്മൾ ഒന്ന് പ്രഷറെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ പൗഡർ ആക്കിയിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ പുഡിങ്ങിന് ടോപ്പിംഗ് ആയിട്ട് നന്നായിട്ട് ഫുള്ള് വിതറി കൊടുക്കുക. കുറച്ച് അധികം തന്നെ ഇട്ടോളൂ, പ്രശ്നമൊന്നുമില്ല. ഭയങ്കര പഞ്ചസാര കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഭയങ്കര ഒരു മധുരമുള്ള ഒരു സാധനമൊന്നുമല്ല. നമ്മളുടെ പുഡിങ്ങും അതുപോലെ തന്നെ വലിയ മധുരം ഒരുപാട് മധുരമുള്ളതല്ലല്ലോ. അപ്പോൾ അതെ, നമ്മളുടെ ജാക്ക് ഫ്രൂട്ട് സീഡ് പുഡിങ്, അതായത് നമ്മളുടെ ചക്കക്കുരുവിൻ്റെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ചക്കക്കുരു എന്നൊന്നും പറഞ്ഞാൽ ആരും നിസ്സാരാക്കി കളയൊന്നും വേണ്ട, കാരണം അത്രയും ടേസ്റ്റി ആയിരുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് ടേസ്റ്റുള്ളൊരു സംഭവമായിരുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയി കാണാം. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു ക്രീമി ടെക്സ്ചറായിരുന്നു. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ അത്രയും ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറായിരുന്നു. അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.